എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. വീണ്ടും ഒരു ചൂട്ടത്ത് ഒരു തരംഗം ഉണ്ടാക്കാൻ വേണ്ടിട്ട്. അതെ, ഇലക്ഷൻ തരംഗമൊക്കെ അല്ലേ? അതുപോലെ മക്കളെ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യാൻ പോണേട്ടോ, കഴിക്കാൻ പോണത്. ഞാൻ ഇത് കണ്ടു. അപ്പം ഇന്നലെ റിലയൻസിൽ പോയപ്പോൾ കുറേ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾക്ക് ഇതൊന്നും വാങ്ങിക്കാം, ഒന്ന് വാങ്ങിക്കും വിനോദേട്ടാ, നിനക്ക് എന്താ ചെയ്യാനാന്ന്. ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം, എങ്ങനെയാണെന്നുള്ളതൊന്നും പരിപാടി നമുക്ക് അറിയില്ല. അപ്പം പറയും, നീ പറയും. അപ്പൊ അതാണ് ചൂട്ടത്ത് ഒരു തരംഗം തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെ, ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചൂടായ കാരണം എല്ലാവർക്കും ദേഷ്യം വന്നിരിക്കുക, അതൊക്കെ ഒച്ചയും ബഹളവും എടുക്കുക. അപ്പൊ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ നമുക്ക് ഇതിന്റെ ഒരു ഷേക്ക് പോലെ അടിച്ചു നോക്കാൻ വെച്ചിട്ടാണ്. എങ്ങനെ മുറിക്കാന്നുള്ളത് തന്നെ എനിക്കറിയില്ല കേട്ടോ, എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ വെറുതെ ഒന്ന് ഇതെല്ലാ സാധനം അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പം നമ്മൾ ഒരെണ്ണം വാങ്ങിച്ച് അതിൽ ചിലപ്പോൾ ഫ്ലോപ്പ് ആവും, ഇല്ല എന്ന് പറയണില്ല. ആർക്കെങ്കിലും ഇത് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ കേട്ടോ. ഇത് നമുക്കൊന്നും ഇതിനെപ്പറ്റിയൊന്നും അത്രയും അറിവില്ല. ഇതിൻ്റെ പായസമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞേ പിന്നെയാണ് പറയണ്ടായേ. അതായത് ഞാൻ ഇതിന് പോയിട്ടുണ്ടായിരുന്നു, പായസ മത്സരത്തിന് പണ്ട് കേട്ടാ, എത്ര കൊല്ലം മുന്നേ. അപ്പം അവിടെ ഒരു ചേച്ചി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഇതാന്ന് പറഞ്ഞിട്ട് പായസമാണെന്ന് പറഞ്ഞ് ചെയ്തിരുന്നു അല്ലേ, ഇങ്ങനെയല്ലേ? ഇതിനൊരു കിവിയുടെ ടേസ്റ്റാന്ന് പറഞ്ഞ കേട്ടോ. അതെ, ഒന്നും ഇല്ല. ഇല്ലല്ലോ, ഉറപ്പല്ലേ? ഇല്ല. ഇനി ഇത് കളയട്ടെ. കിവിയുടെ മോഡൽ തന്നെ. എന്നിട്ട് എനിക്ക് ഒരു കഷ്ണം തിന്നോക്കട്ടെ. വേണോ? എനിക്ക് വേണ്ട, ഞാൻ ഒരു കഷ്ണം തിന്നോക്കട്ടെ. നിങ്ങളൊക്കെ എന്നെ എന്താ പറയുക, കളിയാക്കും, ഇത് എന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന ഫ്രൂട്ടാണോന്ന്. കിവി തന്നെ കുഴപ്പമില്ല. അതന്നെ നോക്ക്. ഒരു കുഴപ്പമില്ല, അതന്നെ അല്ലേ? ശരിയല്ലേ? കിവി തന്നെ നോക്കിയാണെങ്കിൽ ഒരു ഇതില്ല. എന്ത് സാധനം ആദ്യം, അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ കേട്ടാ, പേടിച്ചിട്ട്. എന്തുട്ടാണ് എങ്ങനെയാ ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അറിയില്ലല്ലോ. എന്ത് സാധനം ഇതേപോലെ വാങ്ങിച്ച് ഞങ്ങൾ ചെയ്യാം. ബാക്കിയൊക്കെ തിന്നിട്ട് കേട്ടാ, കിവി, പിന്നെ എന്തുട്ടാ മറ്റേ കുരുള്ള ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, പച്ച കളറിലെ എന്തോ അതിൻ്റെ പേരുകളൊന്നും എനിക്ക് കിട്ടണം. അതെല്ലാ സാധനവും നമ്മൾ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് പോലെയുള്ള സാധനമാണ്. അതെന്തിട്ടാണ് അവക്കാഡോ ഒന്നും ഞാൻ കഴിച്ചില്ല. അതല്ല, വേറെ ഉള്ളിൽ വലിയ കുരുവായിരിക്കും. എനിക്കറിയാത്ത ഞാൻ ഒന്നും മിണ്ടില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാൻ പൊട്ടല പോലെ. അവക്കാഡോ അല്ല, സബുർജില പോലെ തന്നെ ആ സാധനം, പക്ഷെ സബുർജിലല്ല, അതിൽ കുരുണ്ട്. അത് ആദ്യമായിട്ട് ഞാൻ വാങ്ങിക്കാം. സപ്പോട്ടനെ അത് ഇതില്ലേ പച്ച കളറിലെ, പിന്നെ കാറി തിന്നും. അത് ജുബ്ജുബേണ്, അല്ലാണ്ട് കാടോ കീടോ ഒന്നല്ല. അപ്പൊ നമുക്കൊന്ന് ഇതും കൊണ്ട് എല്ലാവരും ഷെയ്ക്ക് അടിച്ച് നോക്കണം. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എൻ്റെ രീതിയിൽ കേട്ടോ, ഷെയ്ക്ക് അടിക്കുന്നത്. അല്ലാണ്ട് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ കളിയാക്കരുത് മക്കളെ കേട്ടാ. ആദ്യം ഒരു കഷ്ണം കൂടി ഞാൻ വയലിട്ടൊന്ന് ജ്യൂസ് അടിക്കട്ടെ. എന്ത് ഷെയ്ക്കായാലും ഒരു തണവ് കിട്ടിയാൽ മതി. 2 തവണ ആയിട്ട് അടിക്കേണ്ടി വരും. 2 കഷ്ണം കൂടി ഇട്ടോ. ഇനി എന്ത് പാലിടാൻ പോലുള്ള പാലിട്ടിട്ട് ഒന്ന് അടിക്കാം. ഇതാണ് പ്രശ്നം. തവി പൊട്ടോ. ഞാനപ്പോൾ ഇതിലേക്ക് പാലിൻ്റെ കട്ടിയുള്ള, അതായത് ഫ്രീസറിൽ വെച്ച പാലാണ്, അത് കട്ടിയായതാണ്, അത് ഇട്ടിട്ട് ഒന്ന് അടിച്ച് വരട്ടെ. എന്താണ് സംഭവം എന്നുള്ളത് കാണണമല്ലോ. നമ്മുടെ മിക്സിയുടെ ജാറ്, ജ്യൂസ് ജാറ് ചീറ്റിയായി, ഇല്ലെങ്കിൽ അതിലിട്ട് അടിച്ചേ.
ഇവര് ജ്യൂസ് അടിക്കാൻ പോയിട്ട് എന്തോ ഇത് ചെയ്തിട്ട് അതിപ്പോൾ വർക്കാവുന്നില്ല. പല്ല് കഴിഞ്ഞു പോയി. അതെ, ആകെ കപ്പറ കറപ്പറ കപ്പറ എന്ന് പറഞ്ഞ സൗണ്ട്. അപ്പം അത് വേണ്ട, ഞാനിപ്പോൾ ഇതിൽ തന്നെ ഒന്ന് അടിച്ച് നോക്കട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര കേട്ടാ, അധികം ഇടണില്ല, കുറച്ച് പഞ്ചസാര ഈ ഉള്ളതും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ച് വരട്ടെ. അപ്പം നമ്മുടെ ഷേക്ക് എന്ന് പറയാം അല്ലേ. പക്ഷേ ഇതിന് പാല് ഇത്തിരി കുറച്ചിട്ട് ഇത് അടിച്ചിട്ട് ഇതിൽ കുറച്ച് ഐസ്ക്രീം ചേർക്കണം. അതെ, അപ്പോൾ ഒന്നും കൂടി നല്ല കൊഴുപ്പ് കിട്ടും. അങ്ങനെ ഐസ്ക്രീം തിന്നണ്ട കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനെ ഒന്നും കൂടി ഒരു കൊഴുപ്പും കിട്ടും. അതെ, ടേസ്റ്റും കിട്ടും. അതെ. അപ്പം പാലിനെ ഇത്തിരി കുറയ്ക്കുക. ഞങ്ങൾ പിന്നെ ആ മെത്തേഡല്ല, ഈ മെത്തേഡിലാണ് ചെയ്തേക്കണേ. മതി എനിക്ക്. ഇനി ഒരു ഇത്തിരി കിസ്മിസ് നിങ്ങൾക്ക് നിറച്ച് ഒഴിക്കണോ? മതി മതി മതി. പഴം പഴം എന്തിൻ്റെന്ന് പറ. പഴം ഞാലിപ്പൂവൻ. ഞാലിപ്പൂവൻ്റെ പഴമാണ് ഇട്ടേക്കണേ. എടുത്തോ, അത് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അത് കടിച്ച് തിന്നാനല്ലേ. നീ തിന്നണ്ട. 2 കഷ്ണം എന്തേലും ഇട്ടോ, എന്തേലും ഇട്ടോ. ഇനി ഒരു ലേശം മുന്തിരി. മുന്തിരി എനിക്ക് കുറച്ച് മതി. മതിയാ? മതി. ഇനി വേണമെങ്കിൽ ഇതിൽ ലേശം കാഷ്നട്ടൊക്കെ ഇടാം. ഉണ്ട് ഇവിടെ, പക്ഷെ ഞങ്ങൾ ഇടണില്ല, എനിക്ക് കടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് നോക്കാം, തണവ് വരുമോ എന്ന് നോക്കട്ടെ കേട്ടാ കുടിച്ചിട്ട്. ഞങ്ങളുടെ ഇതിൽ പഞ്ചസാര കുറവാണ്, നമുക്ക് പഞ്ചസാര പാടില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ. ശരിക്ക് നല്ല പഞ്ചസാര ഇട്ടിട്ട് നല്ല ഇതാക്കി അടിച്ച്, ഞാൻ പറഞ്ഞില്ല ഐസ്ക്രീമൊക്കെ ഇട്ട് ചെയ്താൽ, ഐസ്ക്രീമൊക്കെ ഇട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഐസ്ക്രീം മാത്രമല്ല, ഇതിനകത്ത് വേറെ 2 കൂട്ടം കൂടി ചേർക്കാം. മസ്ക് മിലോണോ അല്ലെങ്കിൽ മറ്റേ എന്തൊക്കെയാ 1-2 കൂട്ടം കൂടി ഇട്ട് ചെയ്താൽ നല്ല ടേസ്റ്റ്. എന്താണ് ചപ്പണേ? ഐസല്ല, പാലിൻ്റെ കട്ട. അതും ഇട്ട് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതൊന്നും ഇടാണ്ട് ഇതിൻ്റെ ഒരു ഇത് കുടിച്ച് നോക്കാം. നിങ്ങളെല്ലാവരും ഞങ്ങളെ കളിയാക്കും, ഇത്ര ഇതായിട്ട് നിങ്ങൾക്ക് അറിയില്ലെന്ന്. ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ഉള്ള കാര്യം പറഞ്ഞു, ഞങ്ങൾ കുടിക്കാറുമില്ല. പഞ്ചസാര ഇല്ലാത്ത കാര്യം ഞാൻ കുടിക്കുകയാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ കുടിക്കില്ല. അതിൻ്റെ പയ്യാ. അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം ഇപ്പം മനസ്സിലായി ഇതെന്താണ്, ഇതിൻ്റെ സ്വാദ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലായി. ഒരു ദിവസം ഞാൻ ഇതിൻ്റെ പായസം കൂടി ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം അതൊക്കെ ചെയ്യുള്ളൂ, കണ്ണൊക്കെ ശരിയായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ പായസം, ഇപ്പം സംഭവങ്ങളൊക്കെ ഒരുവിധം പിടികിട്ടി. അപ്പം ഇനി ഇത് ഒരു പായസം ചെയ്യണമെന്ന് ഞാൻ വിനോദത്തിനോട് പറഞ്ഞു. അപ്പം അതും കൂടി ചെയ്യാനും പൈസ കൂടുതൽ കൊടുത്താലും സാധനം നല്ലതാണ്, കുഴപ്പമില്ല കേട്ടോ, അടിപൊളി സാധനമാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചൂടുകാലത്തെ തണുത്ത ജ്യൂസ് കേട്ടോ.